നമുക്ക് ആദ്യം ജോയ് മാത്യുവിന്റെ വോയിസ്. ഒരു വൈദികൻ യേശുവിന്റെ പ്രതിപക്ഷമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. യേശുവിന്റെ പ്രതിപക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വികാരിയായിരിക്കുന്നുണ്ട്. വലിയ കൊടുത്ത ശീലങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് ഈ പള്ളിയിൽ കൊച്ചിനായിരിക്കണമെങ്കിൽ ഈ കുപ്പായൊക്കെ മാറ്റി പള്ളീശ്വരന്മാർക്ക് ഇടാവുള്ള ലോഹം എടുത്തിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ഫാദർ വിൻസെന്റ് പെട്രോളിക്ക്. ശശി കലിംഗ. ഈ നാട്ടിലാർക്കെങ്കിലും കാശിന്റെ ആവശ്യം വന്ന ഓടി എന്തെടുത്തേക്കായിരുന്നു. ഞാനായി നിലവറയുടെ കാവൽക്കാരൻ. എടാ അന്തോണി, നിന്നോട് ഞാൻ ചുവന്ന കോളിൽ പച്ചമൂത്ത് പിടിപ്പിച്ച പാർട്ടി വേറെടുക്കാനല്ലേ പറഞ്ഞത്. അടുത്തത് ഡയറക്ടർ രഞ്ജിത്ത്. ഒരു നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവണം. തനിക്ക് ചുറ്റുമുള്ളവരെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലും ഇല്ലാത്തവരെ, കഥാപാത്രങ്ങളെ പഠിക്കുവാനുള്ള മനസ്സുണ്ടാവണം. ഇതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയും ഉണ്ടാവണം. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. താങ്ക് യു. നമ്മൾ തമിഴിൽ നിന്നും മൊട്ട രാജേന്ദ്രൻ. ஹலோ, how are you? எப்படி இருக்கு எல்லாரும்? ஹலோ பிரதர், how are you? உங்களை எல்லாம் பார்த்ததுல ரொம்ப பெருமையா இருக்கு. நான் வரட்டுமா? வெயிட்டிங். താങ്ക് യു. ചെമ്പൻ വിനോദ്. കുറച്ച് കാലം പതിരിച്ചിട്ട് ചെയ്യുന്ന പാവോടെ പുണ്യാണോന്ന് അറിയാത്തതുകൊണ്ട് മനസ്സിൻ്റെ അത് ജാതി വ്യസന. എനിക്ക് അപ്പൻ്റെ ക്യാരക്ടറാണ്. നന്നായിട്ട് പിടം വിടും. സംഗതി നടക്ക് സീനാണെങ്കിലും ജയിലെന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. നമ്മൾ സിനിമാ തിയേറ്ററിൽ ചെല്ലുമ്പോൾ പുകവലിക്കെതിരെയുള്ള 2 പരസ്യങ്ങളുണ്ടല്ലോ. അത് ഇംഗ്ലീഷും മലയാളം. Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The following characters shown in this film or program do not support the use of any type of tobacco products, such as beedis, cigarettes, Chinese, soda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നുള്ളൂ. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പുകവലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. താങ്ക് യു. കഴിഞ്ഞു. ഇത്രയായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡോക്ടർ കിരണിന്റെ പെർഫോമൻസ് അങ്ങനെയായിരുന്നു. ഇത് ഈ മിമിക്രി സ്റ്റാർ ആർട്ടിസ്റ്റുകളെ കണ്ട് ഇതിലേക്ക് വന്നതാണോ അതോ ഞാൻ സ്കൂളിൽ ചെറുതായിട്ട് തുടങ്ങി. പിന്നെ എനിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രൈസ് ഉണ്ടായിരുന്നു മിമിക്രിയിൽ പഠിക്കുന്ന സമയത്ത്. അതിനുശേഷം പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് വന്നു. നാട്ടിലെത്തി ക്ലിനിക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ കുറേ പേര് അവർ വീണ്ടും എന്നെ ഈ ഫീൽഡിലേക്ക് വന്നു. അങ്ങനെ എല്ലാ സുഹൃത്തുക്കളും അങ്ങനെ വീണ്ടും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ.